വേണ്ടിയുള്ള വിമോചന പ്രാർത്ഥനയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിന്റെ വലിയ കരുണയും കുരിശുമരണത്തിന്റെ ശക്തിയും ആധിപത്യങ്ങളെയും അധികാരികളെയും അവസാനിപ്പിച്ചുകൊണ്ട് നമ്മെ വീണ്ടെടുത്ത കർത്താവിന്റെ രക്ഷ നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലും നിറയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ വിമോചന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ശക്തമായ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളുടെ യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരത്തിൽ രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകിയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവൻ ഒരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ പ്രത്യേകം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവന് മേലിൽ ഒരിക്കലും ജനങ്ങളെ വെഴുതിരിക്കാതിരിക്കട്ടെ. ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ടു പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക ശക്തികളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ഞങ്ങൾ ഒരുമിച്ച് ബഹിഷ്കരിച്ച് കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. അവയെല്ലാം നിർവീര്യമാക്കപ്പെടട്ടെ. ഞങ്ങളെല്ലാവരും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നിറയപ്പെട്ട് സ്നേഹത്തിലും ക്ഷമയിലും സഹനത്തിലും വിശുദ്ധിയിലും ദൈവിക ജീവന സമൃദ്ധിയിൽ ജീവിക്കുവാൻ ഇടയാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒത്തിരിയേറെ മേഖലകള് വളരെ സങ്കടമുണ്ട് എനിക്ക്. കാരണം അനേകം മാതാപിതാക്കളാണ് വിളിക്കുന്നത്, മെസ്സേജ് വിടുന്നത്. കമന്റുകൾ നോക്കിക്കേ. അതിനേക്കാൾ ഏറെ വ്യക്തിപരമായിട്ട് എത്രയോ മക്കളാ നിങ്ങളിൽ നിന്ന് അച്ഛനോട് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. ഒത്തിരിയേറെ പേരെ എനിക്ക് സംസാരിക്കാനൊന്നും പറ്റണില്ല. കാരണം ഒരു ദിവസം ഒരു 200-300 പേരെങ്കിലും വിളിക്കുമ്പോ മെസ്സേജ് വിടുമ്പോ എല്ലാവരും ഞാൻ കേൾക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരും സംസാരിക്കാനൊന്നും പറ്റണില്ല. കാരണം ഒത്തിരി സമയം പ്രാർത്ഥിക്കാനും ശുശ്രൂഷ ചെയ്യാനും ഇടവക ധ്യാനങ്ങളൊക്കെ ഒത്തിരിയേറെയുണ്ട്. ഭയങ്കര വേദനയാണ്. നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബങ്ങള്, നമ്മളൊക്കെ അങ്ങനെ ജീവിക്കേണ്ട മക്കളാണ്. ഈശോയോട് ചേർന്ന് കൂദാശയില്, ആ കുടുംബ ഐക്യത്തില്, വിശുദ്ധമായ ജീവിതത്തില് ദൈവത്തെ കൂടെ നിർത്തി ജീവിക്കാൻ ഭാഗ്യം ചെയ്ത നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബങ്ങള് ഇങ്ങനെയൊക്കെ ആയി പോയതില് വളരെയേറെ സങ്കടത്തോടെ ആത്മാക്കൾ നാശത്തെ ഓർത്ത് ചങ്ക് തകർന്നുകൊണ്ടാണ് ഓരോ ദിവസവും ദിവ്യകാല സന്നദ്ധയിലും വിശുദ്ധ കുർബാനയിലൊക്കെ പ്രാർത്ഥിക്കുന്നത്. മക്കളെ, എന്നേക്കാളേറെ വേദന നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കറിയോ, അച്ഛൻ പലരുടെയും കാര്യങ്ങൾ കേൾക്കുന്നത്. നിങ്ങളൊക്കെ അച്ഛന്റെ മക്കളാ, നമ്മുടെ മക്കളാ. സത്യം, ഒത്തിരി സങ്കടമുണ്ട് മക്കളെ, വേദനയുണ്ട്. ഇന്ന് നമ്മള് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പലരും പറഞ്ഞൊരു വിഷയമാണ് ലഹരിയുടെ അടിമത്തത്തിൽ കുടുങ്ങിപ്പോയ മക്കൾ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഒന്നുണ്ട് കാര്യങ്ങൾ അറിയണം. മനുഷ്യന് ഒരിക്കലും അവനിൽ തന്നെ സംതൃപ്തിയില്ല. അവന് എന്തൊക്കെയോ വേണം. എന്തിനു വേണ്ടി? സംതൃപ്തിക്ക് വേണ്ടി. ഒരു ലഹരി അവന് വേണം, ജീവിക്കാൻ ഒരു ലഹരി. ആ ലഹരി, യഥാർത്ഥ ലഹരി കിട്ടിയില്ലെങ്കിൽ അവൻ നശിച്ചു പോകും. മാത്രമല്ല, മറ്റു പല ലഹരിക്ക് വേണ്ടി അവൻ ഓടിപ്പോകും. ചിലപ്പോഴും പറയാറുണ്ട്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്താൽ സംതൃപ്തമായി ജീവിക്കാൻ വേണ്ടിയാണ്.
അതായത് ദൈവത്തെ കൊണ്ടല്ലാതെ മറ്റൊന്നിനെ കൊണ്ടും തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ഒരു ജീവിയാണ് മനുഷ്യൻ. ദൈവത്തെ കിട്ടാതെ പോയാൽ, ദൈവാനുഭവം, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവബന്ധം നഷ്ടപ്പെട്ടാൽ പിന്നെ മറ്റു പല ലഹരിയുടെ പിന്നാലെ പോകും. ജഡികാസക്തികള്, വ്യഭിചാരം, സ്വയംഭോഗം, സ്വവർഗഭോഗം, പിന്നെ മദ്യപാനം, ലഹരി, കഞ്ചാവ്, പിന്നെ MDMന്റെ ലഹരിയുടെ മാസ്മരിക രോഗമാണ്. അതിലേക്കൊക്കെ പോവും. പിന്നെ കറങ്ങാൻ പോവാ, ഭക്ഷണം കഴിക്കുക, പിന്നെ കുറെ സിനിമ കാണുക, കുറെ സമയം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കാണുക. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? എന്തിനോ വേണ്ടി. സന്തോഷം കിട്ടുമെന്ന് കരുതി, സമാധാനം കിട്ടുമെന്ന് കരുതി, സംതൃപ്തി കിട്ടുമെന്ന് കരുതി ഈ ലഹരിക്ക് വേണ്ടി ഓടി നടക്കും. എല്ലാം പരിശോധിച്ചറിഞ്ഞിട്ടും എങ്ങും കിട്ടാതെ നിരാശപ്പെട്ട് തകർന്ന് അടിയുന്ന ഒരു തലമുറയായിട്ട് മാറി ഇന്നത്തെ തലമുറ. പ്രിയപ്പെട്ട മക്കളെ, രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതായത് മൊബൈലിന്റെ അടിമത്വം, ലഹരിയുടെ അടിമത്വം. ഇന്നത്തെ തലമുറയുടെ ഒരു പ്രത്യേകത, ഇത് കിട്ടാതെ ജീവിക്കാൻ പറ്റില്ല. ഒത്തിരിയേറെ മാതാപിതാക്കൾ പറഞ്ഞു, മൊബൈൽ എങ്ങാനും വാങ്ങിച്ചു കഴിഞ്ഞാൽ അവള് ഒച്ചപ്പാട്, ബഹളം, വയലന്റ് ആകുന്നു, തല്ലിപ്പൊളിക്കുന്നു, ആകപ്പാടെ പ്രശ്നമാണ്. ലഹരി അത് കിട്ടിയില്ലെങ്കിൽ, നമുക്കറിയാം ലഹരി എന്ന് പറയുമ്പോ മദ്യം അത് പണ്ടേ കഴിഞ്ഞ പോലെ. അതുകൊണ്ട് അതിനേക്കാളേറെ ഇന്ന് കഞ്ചാവും കഴിഞ്ഞു, MDM കഴിഞ്ഞു, രാസലഹരികളുടെ മാസ്മരിക ലോകം. ഒരു സ്റ്റിക്കർ ഒട്ടിച്ചാ മതി, ലഹരിയായി, അടിമത്തമായി. ഒരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്താൽ അഡിക്റ്റഡ് ആയി പോകുന്ന ഒരവസ്ഥയിലേക്ക് ഈ ലഹരി, അതില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു അടിമത്തത്തിലേക്ക് അനേക മക്കളെ നയിക്കുക. കിട്ടിയില്ലെങ്കിലോ ഭയങ്കര വയലന്റ്, അസ്വസ്ഥത, പ്രശ്നം, ഒച്ചപ്പാട്, ബഹളം. അതൊരു വശത്ത്. മറുവശത്ത് ജീവിതത്തെ കുറിച്ച് ലക്ഷ്യബോധമില്ല, പഠനമില്ല, പ്രാർത്ഥനയില്ല, സ്നേഹമില്ല, ക്രൂരത, പൈശാചികത, മ്ലേച്ഛത, എല്ലാ തിന്മകളും കൊണ്ട് ഈ തലമുറ നിറയപ്പെട്ട ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുക. മൊബൈൽ ഇല്ലെങ്കിൽ പ്രശ്നം, ലഹരി ഇല്ലെങ്കിൽ പ്രശ്നം. ഇനിയിപ്പോൾ വരാൻ പോകുന്ന പ്രശ്നം അറിയോ? ഇപ്പൊ കേരളത്തിലൊക്കെ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ റെയ്ഡുകളും പിടുത്തങ്ങളൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അതിനെ കുറിച്ച് അച്ഛൻ പറയണില്ല കേട്ടോ. നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ സംസ്കാരവും നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതികളും നിയമ സംവിധാനങ്ങളൊക്കെ പോലീസൊക്കെ വഴിക്ക് പോട്ടെ. ഞാൻ പറഞ്ഞില്ല മക്കളെ, നമ്മെ രക്ഷിക്കാൻ ഒരു പോലീസ് ഉണ്ടാവില്ല, ഒരു രാഷ്ട്രീയം ഉണ്ടാവില്ല, ഒരു നിയമ സംവിധാനവും ഉണ്ടാവത്തില്ല. ഇപ്പോ പിടിക്കാനോ തുടങ്ങി. ഇനി സംഭവിക്കുമെന്നറിയോ? ഒത്തിരിയേറെ മക്കള് ലഹരിക്ക് അടിമകളായിട്ട് മാറി. ഈ മക്കള് ലഹരി കിട്ടാതെ വരുമ്പോ ഈ മക്കള് ആകപ്പാടെ ബെസ്റ്റ് ഔട്ട് ആവും. അപ്പൊ അതിനുവേണ്ടി മാനസിക രോഗത്തിന് മരുന്ന്, ഡിപ്രഷൻ, സ്ട്രെസ്, ഡി അഡിക്ഷൻ സെന്റർ, അതിനുവേണ്ടി മരുന്നുകൾ വരാമെന്നറിയോ? ഒരു മരവിപ്പായ, മന്ദിപ്പായ, മാനസിക രോഗികളായ അനേക മക്കള് ഉണ്ടാകും. ഇനി അടുത്ത തലമുറ ഇവരിൽ നിന്ന് മക്കളുണ്ടായാൽ ഒത്തിരിയേറെ മുറിവേറ്റ, വൈകല്യമുള്ള, പോരായ്മയുള്ള ഒരു തലമുറയുണ്ടാവും. ഒരു കഞ്ചാവ് അഡിക്റ്റ്, ലഹരിക്ക് അടിമപ്പെട്ടു പോയ, മൊബൈൽ അടിമപ്പെട്ടു പോയ ഒരു കൊച്ചിന്റെ ജീവിതം പിന്നീട് വിവാഹത്തിലേക്ക് കടന്ന് അവനും അവൾക്കും ഒരു കൊച്ചുണ്ടായാൽ ആ ഉണ്ടാകുന്ന കൊച്ച് എന്തെങ്കിലും ഓട്ടിസമോ, വൈകല്യങ്ങളോ, കുറവുകളോ, ശാരീരികമായ വൈകല്യങ്ങള് നമുക്ക് മനസ്സിലാക്കാം, മാനസികമായ വൈകല്യം, ആത്മീയമായ വൈകല്യം, അതിലുണ്ടാകുന്ന കൊച്ചങ്ങള് അടുത്ത തലമുറ എന്തായിട്ട് തീരും? ഇപ്പൊ തന്നെ ഓർത്തൊക്കെ, മക്കൾക്ക് ലക്ഷ്യബോധമില്ല, ഒച്ചപ്പാട്, ഭയങ്കര വൈരാഗ്യം, മ്ലേച്ഛത, അശുദ്ധ പാപങ്ങള്, ഫുൾ ടൈം മൊബൈല്, ഡ്രഗിലാണ് ജീവിക്കാൻ പറ്റണില്ല. എത്രയോ മക്കള്. എന്നെ പ്രിയപ്പെട്ട മക്കളെ, ഇതൊക്കെ ഓർക്കുമ്പോ, ചിന്തിക്കുമ്പോ, ഇതൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോ, ഇതൊക്കെ നിങ്ങളിൽ നിന്ന് കേൾക്കുമ്പോ ഒത്തിരി സങ്കടമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മേഖലകളിലൊക്കെ ഈ പൈശാചിക ശക്തി, പൈശാചിക സമൂഹങ്ങൾ, പൈശാചിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഞാൻ പറയുകയാണെങ്കിൽ ഇതൊക്കെ പിശാച് ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം, നമ്മെ രക്ഷിക്കാൻ ഒരു സഭാ സംവിധാനമോ, സഭ എന്ത് ചെയ്യുന്നുണ്ട്, വൈദികർ എന്ത് ചെയ്യുന്നുണ്ട്, വിമത പിതാക്കന്മാർ എന്ത് ചെയ്യുന്നുണ്ട് ഈ മേഖലയിൽ? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് നമ്മൾ നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച്
അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ പിശാചിനെ ബഹിഷ്കരിച്ച്, ഞാൻ പറഞ്ഞില്ലേ, ലഹരി നൽകുന്ന പരിശുദ്ധാത്മാവിനാൽ ലഹരി പിടിക്കണം. അപ്പോസ്തല പ്രവർത്തനത്തില് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോ അവിടെ ബാക്കിയെല്ലാവരെന്താ പറഞ്ഞ്, ഇവര് പുതുവീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ച് ഉന്മത്തരായിരിക്കുക. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്, ദൈവസ്നേഹത്താൽ നിറഞ്ഞ്, സ്വർഗ സമാധാനത്താൽ നിറഞ്ഞ് ആ ലഹരി അനുഭവിച്ച് ജീവിക്കേണ്ട മക്കളാണ്. ആ ലഹരി, എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ലഹരി അനുഭവിക്കാൻ സാധിച്ചില്ലെങ്കിൽ, ഈ ലഹരിയുടെ അഭിഷേകം കിട്ടിയില്ലെങ്കിൽ, സത്യം നമ്മുടെ മക്കള് പല പല ലഹരിയുടെ പിന്നാലെ പോകും, പല പല അവസ്ഥകളിലേക്ക് പോകും. ഇന്നതാണ് സംഭവിച്ചിരിക്കുന്നത്. എല്ലാവരും പറയാറുണ്ടല്ലോ, നിങ്ങളൊക്കെ പറഞ്ഞില്ലേ, പള്ളിയില്ല, കുമ്പസാരയില്ല അച്ഛാ, പ്രാർത്ഥനയില്ല അച്ഛാ, വചനം വായിക്കില്ല അച്ഛാ, ദൈവികമായ കാര്യങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല അച്ഛാ, നന്മ കേൾക്കാൻ താല്പര്യമില്ല, വിശുദ്ധിക്ക് താല്പര്യമില്ല. എന്താ പറ്റിയ മക്കളെ? ഈ പിശാച് ഈ വക മൊബൈലിലും ലഹരിയിലും അടിമപ്പെടുത്തി അവന്റെ സ്വഭാവങ്ങള്, അവന്റെ ആധിപത്യങ്ങള്, അവന്റെ ശക്തി മക്കളിലേക്ക് പ്രവഹിപ്പിച്ച് നമ്മുടെ മക്കളെ അടിമപ്പെടുത്തി. അതുകൊണ്ട് തിരിച്ചു വരവ് വേണം. നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ, ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ആത്മീയ ശുശ്രൂഷ നമ്മളിൽ നിന്ന് പങ്കുവെച്ചാൽ പോരാ. ഞാൻ പറഞ്ഞില്ലേ, അനേകായിരങ്ങളിലേക്ക്. ഞാൻ ഓർക്കാണ്, ആദ്യത്തെ ദിവസം ഒരു 24,000 പേരുണ്ടായിരുന്നു, പിന്നെ അത് കുറഞ്ഞ് 10,000, പിന്നെ കുറയാണ്. മക്കളെ, ഈ ശുശ്രൂഷയെ പങ്കെടുക്കുക. ഞാൻ ഒത്തിരി പേര് അച്ഛനെ വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, മക്കൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, കണ്ണീരോടെ പ്രാർത്ഥിക്കുക. അച്ഛനെ വിളിച്ചെടുത്ത കാര്യം, അച്ഛൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ പച്ചയ്ക്കും തുറന്നും ഒരു മടിയില്ലാതെ വ്യക്തമാക്കി പറയുന്നുണ്ട്. കാരണം അനേകം മക്കളെ ജീവിതത്തിൽ ഇടപെട്ട അനുഭവത്തിൽ പറയാ. ഇനി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ്, ഈ ശുശ്രൂഷ നിസാര ശുശ്രൂഷയല്ല, ഒത്തിരി വില കൊടുക്കേണ്ട ശുശ്രൂഷയാണ്. ആത്മാക്കൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടമാണ്. അത് നിങ്ങൾ ഏറ്റെടുക്കണം. അനേകര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് അനേക മക്കള് ആഭിചാര്യം, കൂടോത്രം, മന്ത്രവാദം, പൈശാചിക പ്രവൃത്തി, അതിനുവേണ്ടി സിനിമ ഇറക്കുന്നു, അതിനുവേണ്ടി ഫണ്ട് പമ്പ് ചെയ്യുന്നു, അതിനുവേണ്ടി ഈ പിശാചിനു വേണ്ടി എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യുന്ന സിനിമകള്, മീഡിയ, രാഷ്ട്രീയം, സമൂഹങ്ങള് അതിനുവേണ്ടി തന്നെ നിൽക്കുമ്പോ ദൈവത്തിനു വേണ്ടി ദൈവത്തെ വിളിച്ചിറക്കി, ദൈവിക ശക്തി വിളിച്ചിറക്കി പോരാടാൻ നമ്മൾ തോറ്റാൽ അത് നമ്മുടെയും നമ്മുടെ മക്കളുടെയും തലമുറയുടെയും നാശത്തിന് കാരണമാകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓർക്കാണ്, നമ്മുടെ സിനിമകളും നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ ഈ വക കാര്യങ്ങളൊക്കെ നന്മ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഈ കഞ്ചാവും മയക്കുമരുന്ന് വിൽക്കുന്ന സമയത്ത് പാവപ്പെട്ട മക്കൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ, ഈ പൈസ കൊണ്ട് ഇല്ലാത്ത മക്കൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ നന്മയല്ലേ? ഇത് മക്കളെ കൊണ്ട് ഡ്രഗ് കഴിപ്പിച്ച് നിർബന്ധിപ്പിച്ച് കൊടുത്ത് ഫ്രീ ആയിട്ട് സപ്ലൈ ചെയ്ത് അതിനടിമപ്പെടുത്തി പിശാചല്ലേ മക്കളെ. സിനിമക്കാര് എന്തുമാത്രം നന്മ ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ പ്രൊമോട്ട് ചെയ്ത് നല്ല കുടുംബത്തിന്റെ മൂല്യങ്ങളുടെ സിനിമകൾ ഇറക്കി, നന്മ ചെയ്യുന്ന സിനിമകൾ ഇറക്കി ഒന്ന് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ മക്കളത് കണ്ട് നന്മ ചെയ്തേനെ. വല്ലതുണ്ടോ? എന്നാ പിശാചിന് വേണ്ടി ഫണ്ട് ഇറക്കുന്നു, സിനിമ ഇറക്കുന്നു, ഡ്രഗ് മയക്കുമരുന്ന്, മറ്റ് പബ്ബുകള്, പൈശാചികമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ട്രാവൽ, ഭക്ഷണം, ഇതെല്ലാം കൊണ്ട് നിറച്ചു വച്ചിരിക്കുമ്പോ പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് മക്കളെ, ഞാൻ വീണ്ടും വീണ്ടും പറയാ, ഈ ആത്മീയ ശുശ്രൂഷ അതിന്റെ വില മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കി ചെയ്താൽ നിനക്കുള്ള, നമ്മുടെ കുടുംബത്തിനുള്ള, അതോടൊപ്പം തന്നെ മറ്റുള്ള ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പങ്കുവെച്ചു കൊടുക്കുമ്പോ, ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോ, ഞാൻ പറഞ്ഞില്ലേ, വലിയൊരു തിന്മയുടെ സമൂഹത്തിനെതിരെ ഈ മേഖലയിൽ നമ്മൾ പോരാടുന്നത്. അച്ഛനൊറ്റയ്ക്കോ നിങ്ങളൊറ്റയ്ക്കോ പറ്റില്ല. അനേക ആയിരങ്ങൾ ഉണരണം, അനേകർ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണം, അനേകർ യേശുനാമത്തെ വിളിച്ചിറക്കണം, അനേകർ കർത്താവിന്റെ കുരിശുമരണത്തിന്റെ ശക്തി പ്രകടമാക്കുന്ന രീതിയിൽ ബഹിഷ്കരണ പ്രാർത്ഥനകളും അതിനുവേണ്ടി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് പറഞ്ഞ പോലെ ക്ഷമിച്ച് സഹിച്ച് സ്നേഹിച്ച് ത്യാഗം ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്കറിയോ, ഒത്തിരി ത്യാഗം ചെയ്താണ് ഈ ശുശ്രൂഷ അച്ഛൻ ഈ ദിവസങ്ങളൊക്കെ ചെയ്യുന്നത്. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഒത്തിരിയേറെ ധ്യാനങ്ങൾ പുറത്തും ഒക്കെ ഉണ്ട് മക്കളെ. എങ്കിലും ഇത് കണ്ടിട്ട് കേട്ടിട്ട് ഈ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു ഹൃദയ വേദനയിലാണ് ഞാൻ ഈ ശുശ്രൂഷ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത്.
മക്കളെ ഒരിക്കൽ കൂടി പറയാണ്, നിങ്ങളെ ഈ ശുശ്രൂഷ അനേകർക്ക് പകർന്നു കൊടുക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദിവ്യാന സന്നദ്ധിയില് ഔദ്യോഗികമായ ബഹിഷ്കരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലഹരിയുടെ അടിമത്തിൽ വീഴ്ത്തി നമ്മുടെ മക്കളെ കെട്ടിപ്പൊട്ടി ബന്ധിച്ചു വച്ചിരിക്കുന്ന പൈശാചിക ശക്തി വിട്ടുപോകാനും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ആത്മാവിന്റെ ലഹരിയിൽ, ദൈവസ്നേഹത്തിന്റെ ലഹരിയിൽ നമ്മുടെ മക്കൾ സംതൃപ്തമാക്കപ്പെടാനും ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊരിക്കലും തൃപ്തി വരില്ല കർത്താവേ. അങ്ങ് പറഞ്ഞില്ലേ, ഞാൻ തരുന്ന ജലം കുടിച്ചാൽ പിന്നീട് ഒരിക്കലും നിനക്ക് ദാഹിക്കില്ലെന്ന് ആ സാമരിയക്കാരി സ്ത്രീയോട്. നീ കുടിക്കുന്ന ജലം എത്ര കുടിച്ചാലും വീണ്ടും ദാഹിക്കും. കർത്താവെ, ഞങ്ങൾ പലതും കുടിച്ച് ദാഹം ശമിപ്പിക്കാൻ വേണ്ടി ആ ലഹരിയുടെയും ആ സുഖത്തിന്റെ പിന്നാലെ പോകുമ്പോ ഈ സത്യം ഞങ്ങൾ അറിയട്ടെ. അങ്ങ് തരുന്ന ജലം കുടിക്കണം. കർത്താവ്, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. പല പല ലഹരിക്ക് അടിമപ്പെട്ട് നശിച്ചു പോയ ഞങ്ങളുടെ മക്കള്, അതില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത വിധം പിശാച് അടിമപ്പെടുത്തിയ മക്കള്, ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഈ പിശാചിന്റെ പിടിയിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ മോചിപ്പിച്ച് ഈശോയെ അങ്ങയിലേക്ക് ചേർത്ത് പിടിച്ച് അങ്ങ് നൽകുന്ന ആ യഥാർത്ഥമായ ജീവജലം സ്വീകരിക്കുവാൻ, ആ സംതൃപ്തി നൽകുന്ന, ഒരിക്കലും ദാഹിക്കാത്ത, മറ്റൊന്നിനു വേണ്ടി ദാഹിക്കാത്ത വിധത്തിൽ ഞങ്ങളുടെ മക്കളെ അങ്ങയോട് ചേർത്ത് പിടിക്കണമേ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ തിരുസന്നിധിയില് വലിയ വിമോചനത്തിനായിട്ട് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ എല്ലാ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവരും നെറ്റിയില് വിശുദ്ധ കുരിശിനാൽ മുദ്ര വയ്ക്കുക. കർത്താവിന്റെ തിരുസന്നിധിയില് നമ്മെ, നമ്മുടെ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുമിച്ച് നമ്മെ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും മറ്റെല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും വിശുദ്ധ മാമോദീസായിലൂടെയും വിശുദ്ധ പൗരോഹിത്യത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും ലഹരിയുടെ അടിമത്വത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന പൈശാചിക ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ആദിവ്യാധികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസനകളും ദുശീലങ്ങളും തഴക്കദോഷങ്ങളും ഉണ്ടാക്കുന്ന
എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവിഷ ശക്തികളെ, വശീകരണ യന്ത്രങ്ങളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് നിങ്ങളെല്ലാം ഞാൻ ശാസിച്ച് ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും കർത്താവിന്റെ കുരിശിന്റെ പാദത്തിങ്കലേക്ക് അയക്കുകയും ചെയ്തു. ഇനിമേൽ ഇവയൊന്നും ഞങ്ങളുടെ മക്കളെ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം യാചിക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും, ശരീരത്തിൽ രോഗപീഠകളും മനസ്സിൽ ദുഷ്ചിന്തകളും ആത്മാവിൽ ദുരാഗ്രഹങ്ങളും ഉളവാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും, എല്ലാ ദുശീലങ്ങൾക്കും ദുഷ്പ്രവൃത്തികൾക്കും തർക്കദോഷങ്ങൾക്കും കാരണമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും, തിന്മയുടെ എല്ലാ സ്വാധീനത്തിൽ നിന്നും കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഈ മക്കളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞാൻ മോചിക്കുകയും കർത്താവിന്റെ സ്വന്തമായി ഞങ്ങളുടെ മക്കളെ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനിമേൽ ഇവർ കർത്താവിന്റെ സ്വന്തമായിരിക്കട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഞങ്ങളുടെ മക്കളിൽ ആവസിച്ച് അവിടുത്തെ വരദാന ഫലങ്ങളാൽ നിറയ്ക്കട്ടെ. യേശുവിന്റെ തിരുരക്തം ഈ മക്കൾക്ക് സംരക്ഷണമായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണമായിരിക്കട്ടെ. അങ്ങനെ ഇവർ എല്ലാ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും മോചിതരായി അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേരവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യകാരുണ്യശോയെ, അങ്ങയുടെ നാമത്തില്, സഭയുടെ അധികാരത്തില്, പൗരോഹിത്യ അധികാരത്തില്, അപ്പന്റെയും അമ്മയുടെയും അധികാരത്തില് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച ഈ ബഹിഷ്കരണ വിമോചന പ്രാർത്ഥന ഞങ്ങളുടെ മക്കളിലും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും സംഭവിക്കട്ടെ. വലിയ വിടുതലും വലിയ സ്വാതന്ത്ര്യവും ഞങ്ങളുടെ മക്കൾ പ്രാപിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന ഓരോ മേഖലകളും നിങ്ങൾ വ്യക്തിപരമായിട്ട് കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അപ്പന്റെയും അമ്മയുടെയും അധികാരത്തില് മാമോദിസായിലൂടെ കർത്താവിന്റെ നാമത്തിന് ശക്തി നിറയപ്പെട്ട നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട അധികാരത്തില് ബന്ധിച്ച് ബഹിഷ്കരിച്ച് കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വ്യക്തിപരമായ നിയോഗങ്ങള്, മക്കളുടെ അവസ്ഥകള് ഈ സമയം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ആശീർവാദം നമ്മുടെ മക്കളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും നിറയപ്പെടാൻ വേണ്ടി പ്രത്യേകമാവിധം സംരക്ഷണത്തിനായിട്ട് പ്രാർത്ഥിക്കും മക്കളെ. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നമ്മുടെ മക്കളെ സമർപ്പിച്ച് ഈ ആശീർവാദ സമയത്ത് ഈശോയുടെ തിരുശരീരത്തിന്റെയും തിരുജലത്തിന്റെയും പൊതിഞ്ഞു പിടിഞ്ഞ സംരക്ഷണം നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി നമ്മുടെ മക്കളെയും നമ്മുടെയും കുടുംബത്തെയും ഒക്കെ സമർപ്പിച്ച് ഈ ആശീർവാദം സ്വീകരിക്കും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.